തിയേറ്റർ റിലീസിൽ നിന്നും OTT റിലീസിലേക്കുള്ള സിനിമകളുടെ ദൂരം വർദ്ധിപ്പിക്കണമെന്നത് തിയേറ്റർ ഉടമകൾ എപ്പോഴും ഉയർത്തുന്ന ആവശ്യമാണ്. എത്ര വലിയ വിജയചിത്രമാണെങ്കിൽ പോലും OTTയിൽ വന്നാൽ പിന്നെ അത് കാണാൻ തിയേറ്ററിലേക്ക് ആരും വരില്ലെന്ന സാമാന്യ യുക്തിയാണ് അതിനു പിന്നിൽ. മിക്കപ്പോഴും അത് ശരിയാവാറാണ് പതിവും. എന്നാൽ ഇപ്പോഴിതാ ഒരു സിനിമ ആ യുക്തിയെ വെല്ലുവിളിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 27-ന് തിയേറ്ററിലെത്തിയ വിക്രാന്ത് മസ്സയെ നായകനാക്കി വിനോദ് ചോപ്ര രചനയും സംവിധാനവും നിർവഹിച്ച ബയോഗ്രഫിക്കൽ ഡ്രാമ ചിത്രം 12th ഫെയിൽ ആണ് അത്. പോസിറ്റീവ് മൗത്ത് പബ്ലിസിറ്റി ലഭിച്ച ചിത്രം ബോക്സ് ഓഫീസിൽ വിജയമായിരുന്നു. എന്നാൽ നിർമ്മാതാക്കളെയും തിയേറ്റർ ഉടമകളെയും ഒരേപോലെ അമ്പരപ്പിച്ചത് OTTയിൽ എത്തിയതിനു ശേഷം ചിത്രത്തിന് തിയേറ്ററുകളിൽ ലഭിച്ച പ്രതികരണമാണ്. ഡിസംബർ 29-ന് ഡിസ്നി+ ഹോട്ട്സ്റ്റാറിലൂടെയായിരുന്നു ചിത്രത്തിന്റെ OTT റിലീസ്. അത് കഴിഞ്ഞ് 2 ആഴ്ച പിന്നിടുമ്പോഴും തിയേറ്ററുകളിൽ ചിത്രം കാണാൻ കാര്യമായി ആളെത്തുന്നുണ്ട് എന്ന് മാത്രമല്ല, ടിക്കറ്റ് വിൽപ്പനയിൽ ബോളിവുഡിലെ സമീപകാല ഹിറ്റ് ചിത്രമായ അനിമലിനെ ബുക്ക് മൈ ഷോയുടെ 24 മണിക്കൂർ കണക്കിൽ മറികടക്കുകവരെ ചെയ്തു. ചിത്രം തിയേറ്ററുകളിൽ 80 ദിവസങ്ങൾ പിന്നിട്ട് റിലീസിന്റെ 12ാം വാരാന്ത്യത്തിൽ 55 ലക്ഷം രൂപയാണ് നേടിയത്. ഇതുവരെ ആകെ നേടിയ കളക്ഷൻ 55,30,00,000 രൂപയുമാണ്. ബജറ്റ് പരിഗണിക്കുമ്പോൾ ബോളിവുഡിൽ കഴിഞ്ഞ വർഷം നിർമ്മാതാക്കൾക്ക് ഏറ്റവുമധികം ലാഭം ഉണ്ടാക്കിക്കൊടുത്ത ചിത്രങ്ങളിലൊന്നായി മാറിയിരിക്കുകയാണ് 12th ഫെയിൽ.